കോഴിക്കോട്ടെ വസ്ത്ര വ്യാപാരശാലയ്ക്ക് തീപിടിച്ചതിന്റെ കാരണം കണ്ടെത്താനുള്ള ഫയർഫോഴ്സിന്റെ പരിശോധന ഇന്ന്. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചെങ്കിലും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം സ്ഥലത്ത് ഇന്ന് പരിശോധന നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. അതേസമയം കെട്ടിടത്തിലെ അശാസ്ത്രീയ നിർമ്മിതി കോർപ്പറേഷൻ അറിവോടെയാണെന്ന വിമർശനവും ശക്തമായി ഉയരുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഇന്നലത്തെ ഈ ഒരു വസ്ത്ര വ്യാപാരശാലയ്ക്കുണ്ടായ തീപിടുത്തം, അതിൻ്റെ കാരണം കണ്ടെത്താനുള്ള ഫയർഫോഴ്സിൻ്റെ പരിശോധന ഇന്ന് നടക്കുകയാണ്. ഒപ്പം കോഴിക്കോട് നഗരത്തെ പൂർണ്ണമായും പുകയിൽ മുക്കിയ ഈ ഒരു തീപിടുത്തം, അത് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു. പക്ഷേ എന്നാലും ഇതിൻ്റെ കാരണം അത് വ്യക്തമല്ലാതെ തുടരുകയാണല്ലേ? തീർച്ചയായും നിഖിൽ, അല്പസമയത്തിനുള്ളിൽ തന്നെ ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ എത്തും. കൃത്യമായി തന്നെ ഇവിടെ കൃത്യമായ ഒരു പരിശോധന നടത്തും. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, അതിന്റെ കാരണം അതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇന്നലെ 1-2 മണിക്കൂറല്ല, 5 മണിക്കൂർ നിന്നാണ് ഈ ഒരു കെട്ടിടം കത്തി നശിച്ചത്. നാമാവിശേഷമായി എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം? അത് ഷോർട്ട് സർക്യൂട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അതായത് തീ കത്തിച്ചതാണോ, മനഃപൂർവ്വം കത്തിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കണം. അത് പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തി കൃത്യമായൊരു പരിശോധന നടത്തുമെന്നാണ്. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇവിടെ ഈ വസ്ത്രനിർമ്മാണശാലയുടെ തൊട്ടടുത്ത് കട നടത്തുന്ന ഒരു വ്യാപാരി പറഞ്ഞിരിക്കുന്നത്, ഈ അശാസ്ത്രീയമായ നിർമ്മാണം, ഈ കെട്ടിടത്തോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ തകര ഷീറ്റൊക്കെ തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതൊക്കെ തന്നെ കോർപ്പറേഷന്റെ അറിവോടെയാണ് എന്നതാണ്. മാത്രമല്ല, അതിന് കൃത്യമായി കോർപ്പറേഷൻ പണം വാങ്ങുന്നുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ കൂടി ഈ വ്യാപാരി നടത്തിയിട്ടുണ്ട്. ഈ വ്യാപാരി വ്യവസായി മാവൂർ റോഡ് യൂണിറ്റ് ട്രഷറർ കൂടിയാണ് ഈ ഷമീറാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ കെട്ടിടത്തിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതികൾക്കൊക്കെ തന്നെ കോർപ്പറേഷൻ പണം വാങ്ങുന്നുണ്ട്, കൃത്യമായി അത് നൽകുന്നുണ്ട് എന്നൊരു വെളിപ്പെടുത്തലാണ് ഈ വ്യാപാരി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കൊക്കെ തന്നെ ഇനി അന്വേഷണം പോകണം. നേരത്തെ കോർപ്പറേഷൻ മേയർ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണം, ആ നിർമ്മാണത്തെക്കുറിച്ച് അറിയില്ല എന്നതാണ്. കാരണം അങ്ങനെയാണ് മേയർ നേരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഇത് ബസ് സ്റ്റാൻഡ് പരിസരമാണ്. കൃത്യമായി ഏതൊരു ഉദ്യോഗസ്ഥനും ഇവിടെ എത്തുന്ന ആർക്കും കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ മേയർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവർക്കത് മനസ്സിലായില്ല. ഉദ്യോഗസ്ഥർ പരിശോധിക്കട്ടെ, അത്തരത്തിൽ നിർമ്മാണം ഉണ്ടോ എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ് മേയർ നടത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ പരിശോധന നടത്തും. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്, തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അപ്പോൾ മാത്രമാണ് വരിക. എന്തായാലും 2 ദിവസത്തിനകം ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ വ്യാപാരികളൊക്കെ പറയുന്നതനുസരിച്ച് ഇന്നലെ 5 മണിക്കാണ് ഇവിടെ തീ പടരുന്നത്. കൃത്യമായി 5:15 ഫയർ യൂണിറ്റ് ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ കോഴിക്കോട് ഉണ്ടായിരുന്നത് വെറും 2 ഫയർ യൂണിറ്റ് മാത്രമായിരുന്നു. അവരിവിടെ എത്തിയെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് കരിപ്പൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയതിനു ശേഷം മാത്രമാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ മുഴുവൻ തീ കത്തി. അതുകൊണ്ട് മാത്രമാണ് ഈ 5 മണിക്കൂർ നിന്ന് ഈ കെട്ടിടം കത്തിയത് എന്നുകൂടിയാണ് അവർ പറയുന്നത്. എന്തായാലും ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണ്, തീപിടിക്കാനുണ്ടായ കാരണം, ഇതിന് മറ്റെന്തെങ്കിലും ആസൂത്രിതമായ നീക്കമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ കൃത്യമായി ഇവിടെ പരിശോധന നടത്തണം. മാത്രമല്ല, കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. പല കെട്ടിടത്തിന് മുകളിലും അശാസ്ത്രീയമായ നിർമ്മാണമാണ്. നമ്മുടെ ക്യാമറയിൽ നിന്ന് കൃത്യമായി കാണാൻ കഴിയും. ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പല കെട്ടിടങ്ങളിലും ഇത്തരത്തിൽ തകര ഷീറ്റ് കൊണ്ട് മറച്ച രീതിയിലാണുള്ളത്. ഇതൊന്നും കോർപ്പറേഷൻ കാണുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ മേയർ പറഞ്ഞതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന് പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പല കെട്ടിടങ്ങളിലെയും അവസ്ഥ ഇങ്ങനെയാണ്. ഈ നിലവിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്ന കെട്ടിടം അത് കോർപ്പറേഷന്റെ കെട്ടിടമാണ്. കോർപ്പറേഷൻ കൃത്യമായി ഈ വ്യാപാരികളിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ
അശാസ്ത്രീയമായി നിർമ്മിച്ച കടകളിൽ നിന്നും കോർപ്പറേഷന് തങ്ങൾ പണം നൽകുന്നുണ്ട് എന്നാണ് വ്യാപാരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ രീതിയിൽ ഒരു അന്വേഷണം കൃത്യമായി ഉണ്ടാകണം. ആർക്കാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ കൃത്യമായ വ്യക്തമായ ഒരു അന്വേഷണം വേണം. കോഴിക്കോടിനെ സംബന്ധിച്ച് 2 ആഴ്ച മുൻപാണ് മെഡിക്കൽ കോളേജിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷെ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അത് ഇതുവരെ പുറത്തുവിടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അത് തന്നെയാണോ ഇവിടെയും ആവർത്തിക്കുകയെന്ന് എന്തായാലും കണ്ടറിയേണ്ടി വരും. നിഖിൽ, എന്തായാലും അല്പസമയത്തിനകം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി കൃത്യമായ ഒരു പരിശോധന നടത്തും. നിഖിൽ, ശരി അനഘ, എന്തായാലും കോഴിക്കോട്ടെ വസ്ത്ര വ്യാപാരശാലയ്ക്ക് തീപിടിച്ചതിൻ്റെ കാരണം അത് കണ്ടെത്താനുള്ള ഫയർഫോഴ്സിൻ്റെ പരിശോധന ഇന്ന് നടക്കും. മണിക്കൂറുകൾ നീണ്ട ദൗത്യം. അതാണ് കോഴിക്കോട് നഗരത്തെ പൂർണ്ണമായും പുകയിൽ മുക്കിയ ആ ഒരു തീപിടുത്തം. അത് മണിക്കൂറുകൾ നീണ്ട 5-6 മണിക്കൂറുകളോളം നീണ്ട ആ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഈ ഒരു തീ എന്തായാലും അണച്ചതൊപ്പം അനഘ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് അനധികൃതമായ അശാസ്ത്രീയമായ നിർമ്മാണം, അതിന് കോർപ്പറേഷൻ കുടപിടിക്കുന്നു എന്നാണ് വ്യാപാരികൾ പോലും ആരോപിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഫയർഫോഴ്സാണ്. അതായത് ഫയർഫോഴ്സിൻ്റെ അവർക്കുള്ള പരിമിതി, അതും ഈ ഒരു തീപിടുത്തത്തിൻ്റെ വ്യാപനം അത് വർദ്ധിക്കാൻ ഇടയായി എന്നുമാണ് വ്യാപാരികളടക്കം പറയുന്നത്. വിവരം നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ.